സോഷ്യൽ മീഡിയയിൽ കാണുന്ന രാഷ്ട്രീയമല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവരുടെയും, ഞങ്ങളുടെ ഈ 3 പേരും രാഷ്ട്രീയക്കാരാണല്ലോ, പറയുമ്പോൾ എല്ലാവരും അടക്കിയാണല്ലോ പറയും. ഞങ്ങളെല്ലാം കൃത്യമായ നിലപാടും രാഷ്ട്രീയ പ്രവർത്തനവും കഴിഞ്ഞ കാലങ്ങളായി ചെയ്തു വരുന്നവരാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തുറന്ന പുസ്തകം പോലെ പരിശോധിക്കാം. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. കഴിഞ്ഞ വർഷം 2 കോടി ഉണ്ടായിരുന്ന ആൾ ഈ പ്രാവശ്യം 63 കോടിയാണ് സാക്ഷ്യപത്രത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും രാഷ്ട്രീയക്കാരൻ്റെ പേരാണ് വന്നിട്ടുള്ളത്. ഞാൻ പറയണോ ഈ ജനൻ ടി വിയിലെ പേര്? ഞാൻ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാൻ താല്പര്യമില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ പേര്. രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ പ്രാവശ്യം 2 കോടി കൊടുത്തു. പറയട്ടെ, ഈ കൗൺസിൽ ഉണ്ടായ കാലഘട്ടത്തില് ഈ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ കൗൺസിൽ ഉയർന്നെന്ന് പറഞ്ഞ് മൾട്ടിനാഷണൽ കമ്പനിയുടെ ഓണറാണ് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് റെനീഷ്. അപ്പൊ രാജീവ് ചന്ദ്രശേഖർജി ആരാന്നറിയാത്ത ആളല്ലല്ലോ. അദ്ദേഹം അധ്വാനിച്ച് ജീവിക്കുന്ന പ്രതിനിധിയാണ്. ഇന്നത്തെ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്നിപ്പോ അദ്ദേഹം ബാംഗ്ലൂരിലുള്ള ബിൽഡിംഗ് പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഏതായാലും സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല.